ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു SSYT. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്കും കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രിക്ക് എവിടെ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ട്രൈഡൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവൻറ്റ് മോഡിൽ ഓഷൻ ബാലൻസിൽ ഈ ഒരു സെൻട്രൽ ട്രൈഡൻ്റ് എടുക്കണമെങ്കിൽ ഈ ഒരു പോർഷൻ കണ്ടില്ല, ഈ ഒരു എൻട്രൻസിൻ്റെ മുകളിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു വാട്ടർ ബ്ലാസ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കയറി നിൽക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി യൂസ്ഫുൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട ഈ ഒരു സെൻട്രൽ പോർഷൻ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സെൻട്രൽ പോർഷൻ ഫുള്ള് കാണുന്നത് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഈ ഒരു റൈറ്റ് സൈഡിൽ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് നമ്മൾ ഫയർ വരില്ല, കാരണം ഒരിക്കലും നമ്മൾ ഇതിന് മുകളിൽ നിൽക്കുന്നു പ്രതീക്ഷിക്കില്ല. അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നിട്ട് എനിമീസിന് അടിച്ചിടാം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ വേറൊരു സൈഡിൽ നിന്ന് അടിപൊളിയായിട്ട് നല്ലൊരു ടിപ്പ് പറഞ്ഞു തരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണ് ജസ്റ്റ് പ്രീവിയസ് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. കറക്റ്റായിട്ട് ഞാൻ എനിമീസിനെ ഒരു ഗെയിമിൽ അടിച്ചിടുന്നുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് എന്താ വെച്ചാൽ ആ ഒരു ട്രൈഡൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ എനിമീസ് വരുമ്പോൾ കറക്റ്റ് നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. കണ്ടോ, ഇപ്പോൾ ഒരാൾ ട്രൈഡൻ്റ് എടുക്കാൻ വേണ്ടി വരികയാണ്, പക്ഷേ ആ ഒരു പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ കറക്റ്റ് കാണുന്നുണ്ട്, ഞാൻ അവിടെ അടിച്ചിടുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഇതിന് മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഫൈറ്റ് എടുക്കാൻ പറ്റും. ഒരിക്കലും ഒരു എനിമി പെട്ടെന്ന് സ്പോട്ട് ചെയ്യില്ല. നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ നിൽക്കാൻ പറ്റും. ഈ ഒരു എൻട്രൻസിൻ്റെ മുകളിൽ ഈ ഒരു ഡോറിൻ്റെ മുകളിലൊക്കെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആരും ഗസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫൈറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ട്രിക്ക്. അപ്പോൾ എന്തായാലും ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ട്രിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഷ്യൻ പാലസിൽ തന്നെ ഈ ഒരു സൈഡിൽ ഈ മാപ്പിൽ ഞാൻ കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഈ നേരെ കാണുന്നൊരു ബിൽഡിംഗ് കണ്ടിട്ടില്ല, ഈ ബിൽഡിംഗ് അല്ല, ഈ ഒരു പൊസിഷൻ, ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, മുകളിലോട്ട് നിങ്ങൾ നീന്തി വന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു സ്വിം ചെയ്യുന്നതിൻ്റെ ആ ഒരു ബൂസ്റ്റ് ചെയ്യുന്ന സംഭവം ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സെൻറ്ററിലേക്ക് ഇറങ്ങി നിൽക്കുക. കണ്ടോ, ഇവിടെ ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ബെനിഫിറ്റ് ഞാൻ കാണിച്ചില്ല. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ പൊസിഷനിലേക്കും ഇനിമീസ് സെൻറ്ററിലുള്ളൂ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് അടിച്ചിടാൻ പറ്റും. ഞാൻ കാണിച്ചില്ല, ഈ ഒരു സൈഡിൽ നിന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ചുറ്റും നമുക്ക് നിന്നിട്ട് എവിടെയെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഓരോ സ്ഥലത്തേക്ക് നമുക്ക് ഫൈറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചിരുന്നുണ്ട്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇപ്പോൾ ഈ ഭാഗത്തുള്ള മാത്രമല്ല, നമുക്ക് റൈറ്റ് സൈഡിൽ പോയാൽ റൈറ്റ് സൈഡ് ഉണ്ടാവും. റൈറ്റ് സൈഡിൽ നമുക്ക് ആ ഒരു എൻഡിലേക്ക് വേണമെങ്കിൽ റൺ ചെയ്തിട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏരിയയിലേക്ക് നമുക്ക് ഇതിലൂടെ മൂവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഫൈറ്റ് എടുക്കാൻ പറ്റും. നമുക്ക് കവർ എടുക്കണമെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു എഡ്ജിൽ പോയിട്ട് കവർ എടുത്ത് നിൽക്കുക. ഒരിക്കലും നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഫയർ കൊള്ളാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിലൊന്നും പോയി നിൽക്കാണ്ടെന്നാൽ മതി. ജസ്റ്റ് ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് ഇഷ്ടമുള്ള സൈഡിൽ നിന്നിട്ട് ഫൈറ്റ് എടുക്കാം. ഇനി നിങ്ങൾ ഓഷൻ ബാലൻസിലേക്ക് വരണമെങ്കിൽ ഈ ഒരു ഇതിൻ്റെ മുകളിലൊക്കെ നിന്ന് കയറി നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സുഖമായിട്ട് നമുക്ക് ഈ എനിമീസിനൊക്കെ ഓരോ സൈഡിലുള്ള പൊസിഷൻ നോക്കിയിട്ട് അടിച്ചിടാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നമുക്ക് നമ്മുടെ അടുത്ത ട്രിക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ട്രിക്ക് വരുന്നത് വെച്ചാൽ സാൻഹോക്ക് മാപ്പിൽ നമ്മുടെ ഈ ഒരു മാപ്പിൽ ഞാൻ കാണിച്ചു തന്നത് കറക്റ്റ് പൊസിഷൻ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പൈനാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലേസിലെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ട്രിക്ക് വർക്കാവുന്നത്. ഈ ഒരു ട്രീ കണ്ടിട്ടില്ല, ഈ ഒരു മരം, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജസ്റ്റ് ട്രിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വാട്ടർ ബ്ലാസ്റ്ററില്ലേ, ആ ഒരു ഇവൻറ്റിത്തെ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്തിട്ട് ഈ മരത്തിൻ്റെ മുകളിലേക്ക് ഇടുക. കറക്റ്റ് ആ ഒരു മരത്തിൻ്റെ മുകളിൽ ലീഫിൻ്റെ അവിടെ ഇട്ടിട്ട് കറക്റ്റ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ട് ഇവിടെ നമ്മൾ കറക്റ്റ് ആ ഒരു വാട്ടർ ബ്ലാസ്റ്റർ വെച്ചിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇതിൻ്റെ മുകളിൽ നിൽക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഈസി ആയിട്ട് എനിമീസിനെ അടിച്ചിട്ട് പറ്റും. ഒരിക്കലും ഒരാൾ സ്പോട്ട് ചെയ്യില്ല ഇതിൻ്റെ മുകളിൽ നമ്മളുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു എനിമി ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും താഴത്തു കൂടെ പോകുന്ന ഒരാളും വിചാരിക്കലും മരത്തിൻ്റെ മുകളിൽ ഒരു എനിമി ഉണ്ടാവും. നമുക്ക് സുഖമായിട്ട് ക്യാമ്പ് ചെയ്യണമെങ്കിൽ ക്യാമ്പ് ചെയ്യുക, ഇതിന് താഴ്ത്തിരിക്കുക. നമുക്ക് ഒരിക്കലും ഒരാൾ നമ്മളെ കാണാൻ പറ്റില്ല, കാരണം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് സുഖമായിട്ട് അവരെ വേണമെങ്കിൽ അടിച്ചിടാൻ പറ്റും. നമുക്ക് ലാസ്റ്റ് സോണൊക്കെ കാണുന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് ഫൈറ്റ് എടുക്കാൻ പറ്റും. ഈസി ആയിട്ട് തന്നെ എല്ലാവരും ഫിനിഷ് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3 ടിപ്സ് ആയിട്ടും കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇനിയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ PUBG മൊബൈൽ ഓർ BGMIലെ അടിപൊളി ടിപ്സ് ആയിട്ടും കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെയും ഇതിന് മുമ്പൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഡെയിലി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണാം, നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി ഇതുപോലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടിപ്സ് ആയിട്ടും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു ബെല്ലേക്ക് ഓൺ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള BGMIലെ ഓർ PUBG മൊബൈലിലെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.